ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവിക സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ചില നാളുകൾക്ക് മുമ്പ്, നിങ്ങൾക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി നാളായിട്ടില്ല, ഒരു വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നമ്മളൊക്കെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. കരങ്ങൾ കൊടുത്ത് നമ്മൾ പ്രതീക്ഷയോടാണ് പോയത്. എന്നാൽ അടുത്ത ആഴ്ച ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു. അതായിരുന്നു COVID-19 എന്ന ആ രോഗം. ലോകത്തിൻ്റെ മുഴുവൻ ക്രമങ്ങളെയും അത് മാറ്റി. ഇന്ന് ലോകം കോവിഡിന് മുമ്പുള്ള കാലഘട്ടവും കോവിഡ് അനന്തര കാലഘട്ടവും എന്ന ഒരു നിലവാരത്തിലേക്ക് എത്തി. ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യം, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനങ്ങൾക്കും മാറ്റം വരികയില്ല. അതതുപോലെ നടക്കുവാനിടയാകും. ദൈവവചനത്തിലെ പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഭാവിയെ സംബന്ധിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിലെ ഏതാണ്ട് 82% ദൈവം പറഞ്ഞ പ്രവചനങ്ങൾ ഈ വിശുദ്ധ വചനത്തിൽ ഇത് നിറവേറപ്പെട്ടു. ഇനിയും ചിലത് കൂടി മാത്രം അവശേഷിക്കുമ്പോൾ, ഇന്ന് കേൾക്കുവാനില്ലാത്ത ശബ്ദവും തിരിച്ചറിയാൻ ആളുകളില്ലാത്ത ഒരു ശബ്ദവും അത് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ മടങ്ങിവരവ് സമീപമായി. ടുഡേ ഗോഡ് ടോൾഡ് മീ the subject, unbelievable plans of God. God has certain plans about us. We cannot imagine the plans. It is unimaginable in our life. Plans of God. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ നമുക്കൊരിക്കലും ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിന് എത്രയോ അപ്പുറത്താണ് നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉണ്ടായിരുന്നതും ഇനി ഉള്ളതായ പ്ലാനുകൾ. അത് ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുമായി ഷെയർ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. Now I request all of you may please, if you have Bible, open your Bible and let's read together. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമുണ്ടെങ്കിൽ നിങ്ങൾ വേദപുസ്തകം എടുത്ത്, നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് വേദപുസ്തകമൊക്കെ കൊണ്ടുവന്നവരാണ് ഇവിടെ വരെ. എന്നാൽ ഇന്നത്തെ ആധുനിക യുഗത്തിൽ വേദപുസ്തകം കൊണ്ടുവന്നില്ലെങ്കിലും നമ്മുടെ കയ്യിൽ മൊബൈലുകളുണ്ട്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളവർ, പക്ഷേ നമുക്ക് ജീവൻ തരുന്നതും ചൈതന്യം തരുന്നതും ദൈവത്തിൻ്റെ വചനമാകയാൽ ഈ വചനമൊന്നും എല്ലാമൊന്നും കാണാതെ പഠിച്ചാൽ പോലും നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷേ ആ വചനത്തിൻ്റെ അകത്തൂടെ നമ്മുടെ കണ്ണുകളൊന്ന് ഓടിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നതായി ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാകും. ആ വചനം നിങ്ങളോട് തന്നെ സംസാരിക്കുന്നതായി, നമ്മളോട് തന്നെ സംസാരിക്കുന്നതായി മനസ്സിലാകും. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിക്കാം. വളരെ ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം ചിന്തിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഹബക്കുക്ക്, ചാപ്റ്റർ 1, വേഴ്സ് 5. ഒരാൾക്ക് വായിക്കാം. Praise the Lord. Look among the nations and see, wonder and be astounded, for I am doing a work in your days that you would not believe if told.
ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. മുൻപൊരു ഞായറാഴ്ച 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് 5-ാം വാക്യം അത് മുതലുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഈ വാക്യത്തിൽ യഹോവയായ ദൈവം 2 കാര്യങ്ങൾ പ്രവാചകനായ ഹബക്കുക്കിലൂടെ പറയുകയാണ്. ഒന്ന്, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. I am doing a work in your days. നിങ്ങളുടെ കാലത്ത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യും. രണ്ടാമത്തെ കാര്യം പറയുക, that you would not believe if I told. അത് ഞാൻ വിവരിച്ച് നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇന്ന് തുടക്കത്തിൽ ഇതിൻ്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഹബക്കുക്ക് പ്രവാചകൻ ദൈവത്തോടൊത്തിരി കരഞ്ഞവനാണ്, ഒത്തിരി പ്രാർത്ഥിച്ചവനാണ്, ഒത്തിരി നിലവിളിച്ചവനാണ്. താനൊരു പുരോഹിതനായിരുന്നു, പിന്നീട് പ്രവാചകനായി തീർന്നതാണെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ പുരോഹിതനായിരുന്ന പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഹബക്കുക്ക് പ്രവാചകൻ ദൈവത്തോടെ എത്രത്തോളം വിളിക്കാമോ അത്രയും താൻ നിലവിളിച്ചു. പക്ഷേ തൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത വന്നു, ദൈവം ഈ നിലവിളിയൊന്നും കേൾക്കുന്നില്ല. അതുപോലെ തന്നെ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങൾ നീട്ടപ്പെടുന്നതുമില്ല. തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, തൻ്റെ ചുറ്റുപാടുകളിലുള്ള ഈ യഹൂദ ജനത്തിൻ്റെ സാഹസം, പീഡനം, കവർച്ച, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കായിക, ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ തൻ്റെ ഒരു ചിന്ത, നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചതിനൊന്നും ഒരു മറുപടിയുമില്ല, ഒന്നും നടക്കുന്നില്ല എന്ന് താൻ ചിന്തിക്കുമ്പോഴാണ് യഹോവയായ ദൈവം ഹബക്കുക്കിനോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. ഇൻ യുവർ ടൈം ഐ വിൽ ഡു സംതിങ് ഫോർ യു. നിന്റെ സമയത്ത് ഞാൻ ചില പ്രവൃത്തികൾ ചെയ്യും. അത് വിവരിച്ച് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. സ്നേഹിതരെ, സന്തോഷത്തോടെ ഈ വചനത്തെ തൊട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തോട് ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, നാളുകളായി നീ കരഞ്ഞതും നീ പ്രാർത്ഥിച്ചതും നീ നിലവിളിച്ചതുമായ ചില വിഷയങ്ങൾ മറുപടി ലഭിച്ചില്ലെങ്കിലും നിന്റെ ഈ കാലത്ത് ദൈവം അതിന് മറുപടി നൽകും. നീ അത് വിശ്വസിക്കുവാൻ ഇന്നു പകൽക്കാലം തയ്യാറായാൽ ദൈവം നിശബ്ദനായിരിക്കുന്നവനല്ല. അവൻ്റെ വാഗ്ദത്തം ഇതാണ്, നിന്റെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും. പ്രൈസ് ദ ലോർഡ്. ഇനിയും ഇവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ പ്രവാചകൻ, ഹബക്കുക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഈ ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, യഹൂദജനത്തെ ശിക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല, അവരുടെ സാഹസവും കവർച്ചയും പീഡയും ഒക്കെ നിമിത്തം അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. താൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതെന്നൊന്ന് നോക്കാം. അത് 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ചാപ്റ്റർ 3 വേഴ്സ് 2. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ
നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഓ ലോർഡ്, ഡു ഐ ഫിയർ. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ് റിവൈവ് ഇറ്റ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ് മേക്ക് ഇറ്റ് നോൺ. തൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചുറ്റുപാടുകൾ മുഴുവൻ ദൈവത്തെ അറിഞ്ഞ ജനം, യഹൂദാജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിശേഷിപ്പിക്കുന്നവർ ദൈവത്തിനെതിരായി നിൽക്കുമ്പോൾ അവരെ ശിക്ഷിക്കാനല്ല, ഒരു ഉണർവുണ്ടാകാൻ, ഒരു റിവൈവൽ ഉണ്ടാകാനാ ഹബക്കൂക്കിൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത്. അല്ലാതെ അവിടുത്തെ വഞ്ചനയോ സാഹസമോ ഒന്നും കണ്ടിട്ട് അവരെ ശിക്ഷിക്കാനല്ല, മറിച്ച് ഒരു ഉണർവിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുക. Here, Prophet Habakkuk prayed to the Lord, Lord, you revive this nation. ഈ ദേശത്തെ ദൈവം ഒന്ന് ഉണർത്തണമേ. Up to this time we can see that God keeps silent before his prayer. ഈ സമയം വരെ നമുക്ക് കാണാം കർത്താവ് അവൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിശബ്ദനാ. ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യം ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവമേ, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ ദൈവദാസൻ ഒരു ഉണർവിന് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത്? ഈ ജനത്തിൻ്റെ മധ്യത്തിൽ, ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ ഒരു ഉണർവുണ്ടാകാനല്ലേ പ്രാർത്ഥിച്ചത്? എന്തുകൊണ്ടാണ് ദൈവമേ നീ ഉത്തരം കൊടുക്കാതിരുന്നത്, നീ മിണ്ടാതിരുന്നത് എന്ന് ഈ വചനത്തിൽ ഞാൻ ദൈവവുമായി സംഭാഷിക്കുവാനിടയായി. കർത്താവ് പറയുന്ന ഒരു മറുപടി ഞാൻ കണ്ടു. നിന്റെ പ്രാർത്ഥനയിൽ നിനക്കുള്ളത് മുഴുവൻ എന്നോട് നിനക്ക് തുറന്നു പറയാം. നീ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒരപ്പനോട് കുഞ്ഞു ചോദിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്റെ ചോദ്യങ്ങൾ മുഴുവൻ തുറഞ്ഞു ചോദിക്കാൻ പറ്റുന്നത് എൻ്റെ പാദപീഠത്തിലാണ്. നിനക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയം മുഴുവൻ ചോദിക്കാൻ പറ്റുന്നത് എൻ്റെ പാദപീഠത്തിലാണ്. പക്ഷെ നിൻ്റെ പ്രാർത്ഥന നീ ഒരിക്കലും കുറച്ച് കളയണ്ട. പൊട്ടനെ പോലെ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ഞാൻ ഒരു പ്രവൃത്തി നിൻ്റെ തലമുറയിൽ ചെയ്യും. അത് വിശ്വസിക്കാൻ നിനക്ക് പോലും ആകാത്തവണ്ണം എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യും എന്ന് വചനം പറയുന്നത് വായിച്ചപ്പോൾ ശാന്തമായി ഞാൻ നിങ്ങളോട് പങ്കിടട്ടെ. പ്രിയപ്പെട്ടവരെ, നീ നാളുകളായി കരഞ്ഞത് ഒരു ഉണർവിന് വേണ്ടിയാണെങ്കിൽ, ഒരു ദൈവസന്നിധിയിലെ റിവൈവലിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിച്ചതെങ്കിൽ, ഇന്നുവരെയും അത് നടക്കാതിരിക്കുന്നുവെങ്കിലും, ദൈവം നിശബ്ദനായിരിക്കുന്നെങ്കിലും, അതിൻ്റെ അർത്ഥം ദൈവം എന്നേക്കും മിണ്ടാതിരിക്കുന്നവനെന്നോ അവൻ ഉത്തരം തരാത്തവനെന്നോ അല്ല. മറിച്ച് ഇന്ന് ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നിന്റെ തലമുറയിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഗ്ലോറി ടു ദ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. മറുപടിയില്ലാത്ത ചില വിഷയങ്ങൾക്ക്, ദൈവം നിശബ്ദനെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾക്ക്, ദൈവമൊന്നും പറയുന്നില്ലെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾക്ക് യഹോവയായ ദൈവത്തിൻ്റെ ഉത്തരം ഇതാണ്: ഈ തലമുറയിൽ ഞാൻ ചിലത് ചെയ്യും. നിനക്കത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി, എൻ്റെ പ്ലാനും എൻ്റെ പദ്ധതിയും നിനക്കും മറ്റാർക്കും അറിയത്തില്ല, അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സഹോദരങ്ങളെ, നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ച ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ഒരു മറുപടി കിട്ടാത്തവരായി, ദൈവം നിശബ്ദനായിരിക്കുന്നുവെന്ന് തോന്നുന്ന, ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം മറുപടി പറയുന്നു: നീ മരിച്ചിട്ടല്ല, നീ തകർന്നിട്ടല്ല, നിന്റെ സമയത്ത് തന്നെ എൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യും. അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ വിവരിച്ചാൽ നിനക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാനത് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് ഞാനൊന്ന് നന്ദിയോടെ ചോദിച്ചോട്ടെ, സന്തോഷത്തോടെ ചോദിച്ചോട്ടെ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി കിട്ടാതിരുന്നെങ്കിലും ഈ വചനത്തെ വിശ്വസിച്ചിരുന്ന പകൽക്കാലം ദൈവത്തോട് പറയാമോ: എൻ്റെ തലമുറയിൽ
ഞാൻ നശിക്കുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എത്ര പേർക്കത് വിശ്വാസമുള്ളവരുണ്ട്? ഞാൻ ഇല്ലാതാകുന്നതിന് മുമ്പ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം നന്ദിയോടെ ദൈവത്തിന് ആമേൻ പറയാൻ പറ്റുമോ? ഞാൻ ഇല്ലാതായി പോകുന്നതിന് മുമ്പ്, ഞാൻ നശിച്ചു പോകുന്നതിന് മുമ്പ്, എൻ്റെ കുടുംബം തീർന്നു പോകുന്നതിന് മുമ്പ്, എൻ്റെ ശൂന്യമാകുന്നതിന് മുമ്പ് എൻ്റെ ദൈവം ഞാൻ കാണത്തക്കവണ്ണം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഇന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി നാളുകളായി കിട്ടാതിരുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ തകർന്നെന്ന് തോന്നിയപ്പോഴല്ലേ, എല്ലാം തീർന്നെന്ന് തോന്നിയപ്പോഴല്ലേ, നിങ്ങൾ ഇല്ലാതാവുന്നതിന് മുമ്പ് ദൈവം തൻ്റെ പ്രവൃത്തി നിനക്കായി വെളിപ്പെടുത്തിയത്. ഇന്നലകളിൽ അത് കണ്ടവർക്ക്, ഇന്നലകളിൽ അത് അനുഭവിച്ചവർക്ക് ഇന്ന് പകൽക്കാലം പറയാമോ, എൻ്റെ ദൈവം എൻ്റെ തലമുറയിൽ ഞാൻ തകരുന്നതിന് മുമ്പ്, ഞാൻ ഇല്ലാതാകുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളവനാണ്, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളവനാണ്. അത് ആരെങ്കിലും വിശദീകരിച്ച് ഇന്നെന്നോട് പറഞ്ഞാൽ, ഒരു പ്രവാചകൻ പറഞ്ഞാലും ഒരു ദൈവദാസൻ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ ക്രിയ എൻ്റെ ദൈവം ചെയ്യും. ഗ്ലോറി ടു ദ ലോർഡ്. വിശുദ്ധ വചനത്തിൽ നിന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് ഓർപ്പിച്ച് വേഗത്തിൽ ആ ഭാഗത്തിൽ മുൻപോട്ട് വരാം. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതി പിശാചിനെ തകർക്കുമെന്ന്, അവൻ്റെ തലയെ തകർക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം നിങ്ങൾക്കറിയാം. പക്ഷേ അന്ന് യേശുക്രിസ്തു ജനിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെ നടക്കുമെന്നും ആർക്കും അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു സത്യം അറിയാം, അനേക പ്രവാചകന്മാരും പ്രവചന ശബ്ദങ്ങളുമൊക്കെ കടന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് യെശയ്യാവ് വിളിച്ചു പറഞ്ഞു. ഭക്തന്മാരൊക്കെ കർത്താവായ പുത്രൻ്റെ ജനനത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രവചിച്ചു കൊണ്ടിരുന്നു, പ്രവചനം പറഞ്ഞുകൊണ്ടിരുന്നു. അന്നൊന്നും ആരും അറിഞ്ഞില്ല എങ്ങനെയാണ് ഈ സ്ത്രീയുടെ സന്തതിയായി ദൈവം ജനിക്കുന്നത്, ദൈവപുത്രൻ ജനിക്കുമെന്ന് ആരും അറിഞ്ഞില്ല. നിങ്ങൾക്കറിയാം, കന്യകയായിരുന്ന മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട പുത്രനായ ക്രിസ്തു ജനിക്കുന്നത് വരെയും ഇത് വിവരിച്ചാൽ ആർക്കും മനസ്സിലാകത്തില്ലായിരുന്നു. എന്നാൽ മനസ്സിലാക്കിയ പദ്ധതി സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാ. ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? നാം അറിയുന്നതിനേക്കാൾ വലിയ പദ്ധതി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഇന്നത്തെ നിങ്ങളുടെ വിഷമ പ്രതിസന്ധികളുടെ നടുവിൽ, ഇന്നത്തെ നിൻ്റെ ഭാരത്തിൻ്റെ നടുവിൽ ഞാൻ അറിയാത്ത ഒരു പദ്ധതി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന്, അൺഇമാജിനബിളായ ഒരു പദ്ധതി എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഞാൻ വചനത്തിൽ നിന്നും ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇന്ന് വരെ നടക്കാത്തതൊന്ന് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാ. അത് വിശദീകരിച്ചാൽ, അത് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിലും ദൈവം പറയുന്നു ഞാനത് ചെയ്യും. ഹബക്കൂക്കേ, ഞാനത് ചെയ്യും. ദൈവം പറയുകയാണ്, അത് വിവരിച്ച് കേട്ടാൽ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല, എന്നാൽ ഞാനത് ചെയ്യും. നീ ഒരു ഉണർവിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഹബക്കൂക്കേ, ഒരു റിവൈവലിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് നീ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടില്ല. നിൻ്റെ പ്രാർത്ഥനയിൽ നിൻ്റെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം, നിൻ്റെ അപേക്ഷകൾ എന്നോട് പറയാം, മടുത്തു പോകാതെ നിനക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിശബ്ദമായിരിക്കുമ്പോഴും അനുസ്യൂതമായി നിൻ്റെ പ്രാർത്ഥന നിനക്ക് തുടരാം. എന്നാൽ മറുപടി ചില നാളുകൾ കിട്ടിയില്ലെങ്കിലും ഞാൻ തരുന്ന മറുപടി ഇതാണ്: ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് വിവരിച്ച് കേട്ടാൽ അത് നിനക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ആ അടുത്ത ഭാഗത്തിലേക്ക് എനിക്കൊന്ന് കയറണമെങ്കിൽ ഞാൻ അവിടെ നിന്നൊരു ദൈവിക സന്ദേശം ഒന്ന് കൈമാറിക്കൊള്ളട്ടെ. ഇന്ന്
കുറേ വർഷങ്ങളായി, കുറേ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൽ നിന്ന് ഇതുവരെയും മറുപടി കിട്ടാത്തവരായി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, അല്ല ഉണ്ട്, ഇത് കേൾക്കുന്നവരുണ്ട്, നിങ്ങളോട് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. വിശദീകരണമല്ല ദൈവം തരുന്നത്, 2 വാക്കുകളാണ് ദൈവം മറുപടി തരുന്നത്. നിൻ്റെ ഈ തലമുറയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരത്ഭുതം, ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുകയാണ്. രണ്ടാമത്തെ ദൈവത്തിൻ്റെ മറുപടി, ഞാനത് ഇന്ന് നിന്നോട് വിവരിച്ചു പറഞ്ഞാൽ നിനക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഹബക്കൂക്കിന് ദൈവം ഈ പ്രവചനം നൽകുമ്പോൾ അന്ന് കാൽദ്യർ, ആറാം വാക്യം ഒന്ന് വായിച്ചാൽ, 6 ഇവിടെ കാൽഡിയൻസ് ബാബിലോണ്യരാ. ഈ പ്രവചനം ദൈവം കൊടുക്കുമ്പോൾ, ഈ വാഗ്ദത്തം ദൈവം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സമയത്ത് ഈ ബാബിലോണ്യർ ഒരു അധികാരത്തിൽ വന്നിട്ടില്ല. അവരെ അങ്ങനെ ഒരു പിക്ചറിലേ അവരില്ല. അവരൊരു വലിയ ശക്തിയുള്ളവരോ ബലമുള്ളവരോ, ബാബിലോണ്യ സാമ്രാജ്യം ഒരു ശക്തമായ സാമ്രാജ്യമായിട്ടൊന്നും മാറിയിട്ടില്ല. ഇങ്ങനെ ഒന്നും മാറാതിരിക്കുമ്പോഴാണ് പറയുന്നത്, ഈ തലമുറയിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യും. നമ്മളാണെങ്കിൽ ദൈവത്തോട് ചോദിക്കുകയില്ലേ, ഉദയം ചെയ്തിട്ടില്ലാത്ത ഒരുവനെ കൊണ്ട് ദൈവം ഉണർത്തി ഒരു പ്രവൃത്തി ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കും? ഏകദേശം 40-50 വർഷത്തോളം കഴിഞ്ഞിട്ടാണ്, ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഈ പ്രവചനം കഴിഞ്ഞ് 40-50 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ ശക്തിയുള്ള കാൽഡിയൻസിനെ ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിക്കാൻ വേണ്ടി അയക്കുന്നത്. അപ്പോൾ ഉദയം ചെയ്തിട്ടില്ലാത്ത ഒരു ഉഗ്രജാതി, ജാതീയരായ കൽദയരെ സ്വർഗത്തിലെ ദൈവം പറയുകയാ, നിന്റെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും. അതെന്താന്ന് ചോദിച്ചാൽ, ജാതീയരായ ബാബിലോണ്യ സാമ്രാജ്യത്തെ ഞാൻ നിലവിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ശിക്ഷിക്കും എന്നാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്. I will use Chaldeans or Babylonians as an instrument for my purpose. എൻ്റെ പദ്ധതിക്ക് വേണ്ടി കൽദയരെ in this generation itself, in your time, നിന്റെ സമയത്ത് തന്നെ കൽദയരെ ഞാൻ ഉണർത്തുമെന്ന് പറഞ്ഞാൽ, ഒന്നാമത് പറയുകയാണ്, ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ ജനമായ യഹൂദരെ ശിക്ഷിക്കുവാൻ ജാതീയരായ കൽദയരെ ദൈവം തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് പറഞ്ഞാൽ എങ്ങനെയാണ് ഹബക്കൂക്കും യഹൂദ ജനവും ഇത് വിശ്വസിക്കുന്നത്? God chose Gentile Chaldeans to punish Jewish people. ഈ യഹൂദ ജനത്തെ ശിക്ഷിക്കുന്നതിന് വേണ്ടി യഹോവയായ ദൈവം അവനെ ആരാധിക്കാത്ത, ദൈവത്തെ ഇഷ്ടപ്പെടാത്ത ജാതീയനായ ഒരുവനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും, ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും. നിന്റെ കണക്ക് കൂട്ടലിനപ്പുറമാണ് ഞാൻ പറയുന്നത് അനുസരിക്കുന്ന ഒരു ബാബിലോണ്യനെ, ഒരു കൽദയരെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, എൻ്റെ ജനത്തെ ശിക്ഷിക്കാനും നേരെയാക്കാനും വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്ന്
ഇത്രയും ശാന്തമായിരിക്കുന്ന യഹൂദ ജനത്തിൻ്റെ മുമ്പിൽ ദൈവം പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഒക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, നിനക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിലും ഞാനത് ചെയ്യും. Glory to the Lord. ദൈവത്തിൻ്റെ ജനമായ യഹൂദരെ ശിക്ഷിക്കുവാൻ ജാതീയരായ കൽദയരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അവർ ഉദയം ചെയ്യുന്നതിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് പ്രവാചകനും കൂടെയുള്ളവരും വിശ്വസിക്കുന്നത്? സ്നേഹിതരെ, ഞാൻ ഒന്ന് പറയാം. ഇന്ന് നമ്മളിവിടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതുവരെ എനിക്കും നിങ്ങൾക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത, എനിക്കും നിങ്ങൾക്കും മനസ്സിലാകാത്ത, എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിയാത്ത ചിലരെ നമ്മുടെ പ്രവർത്തിക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് ദൈവത്തിനൊരു ആമേൻ പറയാൻ പറ്റുമോ? Glory to the Lord. Hallelujah. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് നമുക്കൊരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരു ബാബിലോണ്യ ജനത്തെ സ്വർഗത്തിലെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം പറയുന്നു, ഈ തലമുറയിൽ നിന്റെ കാലത്ത് ഞാൻ ചിലരെ നിനക്കു വേണ്ടി എൻ്റെ പദ്ധതി പ്രകാരം എഴുന്നേൽപ്പിക്കും. ഗ്ലോറി ടു ദ ലോർഡ്. പ്രിയ മോനെ, പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് നിൻ്റെ വീട്ടുകാരെ അല്ല, നിൻ്റെ നാട്ടുകാരെ അല്ല, നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരെ ആരെയുമല്ല. സ്വർഗത്തിലെ ദൈവം നിനക്കൊരിക്കലും പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ സന്തോഷമുള്ളവർ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഗ്ലോറി ടു ദ ലോർഡ്. ഗ്ലോറി ടു ദ ലോർഡ്. റിപ്പീറ്റഡ് പോലെ പല വാക്കുകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. ആവർത്തന വിരസതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവിക ദൂതുകൾ ചില ഹൃദയങ്ങളിൽ കർത്താവ് തരുന്നതാകയാൽ അത് നിങ്ങളിലേക്ക് പകരപ്പെടട്ടെ എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസാധ്യമെന്ന് തോന്നി പ്രാർത്ഥിച്ച് ഫുൾ സ്റ്റോപ്പുള്ള വിട്ട വിഷയത്തിന് ഈ തലമുറയിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. നിൻ്റെ ജീവിതത്തിൽ നീ മറന്നുപോയാ, ചിലരും മറന്നുപോയാ, ചിലരൊക്കെ നിന്നെ വിട്ടുകളഞ്ഞ ഇടത്ത് ഇവിടെ നീ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നീ അറിയാത്ത ഇടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവത്തോട് 1-2 നിമിഷം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറുണ്ടോ? ദൈവത്തോട് അല്പനിമിഷങ്ങൾ നാവുകളെ തുറന്ന് നന്ദിയോടെ സ്തോത്രം പറയാവുന്നവർ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ദൈവത്തോട് പറയാമോ? ദൈവം ചിലരെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവർ, ഇന്ന് പകൽക്കാലം ഒന്ന് നീ ഉറപ്പോടെ വിശ്വസിച്ചോണം. ക്രിസ്തീയ ജീവിതം ആരംഭിച്ച ദൈവ പൈതൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, എൻ്റെ തലമുറയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഞാൻ അറിയാത്ത ഒരു പദ്ധതി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിൻ്റെ ജീവിതം നശിച്ചതല്ല കുഞ്ഞെ, നിൻ്റെ ജീവിതം എഴുതിത്തള്ളാറായിട്ടില്ല. നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടാൻ ഒന്നുമില്ല. അതൊക്കെ ഉണ്ട്, സത്യമാണ്. കാരണം എന്താണെന്നറിയാമോ? മറുപടി താമസിച്ചതാ. എന്നാൽ മറുപടി താമസിച്ചെങ്കിലും ഞാൻ നിൻ്റെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് വിശ്വാസമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാണ്. ചില അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇതുപോലെ എന്ന് വിശ്വസിക്കാമോ? നിങ്ങൾ ഉറപ്പോട് പറഞ്ഞ ചില കാര്യങ്ങളുടെ മുമ്പിൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, സമയവും തീയതിയും നീ എഴുതിയിട്ടുകൊള്ളുക. പരിശുദ്ധാത്മാവിന് ചിലതിനെ ജനിപ്പിക്കാൻ കഴിയുമെങ്കിൽ. ഗ്ലോറി ടു ദ ലോർഡ്. അബ്രഹാമിൻ്റെ പ്രായത്തെ വകവയ്ക്കാതെ ദൈവത്തിന്, സാറായുടെ പ്രായത്തെ നോക്കാതെ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ കാലത്ത് നിന്റെ ശരീരത്തിൽ ദൈവത്തിനൊരു ക്രിയ ചെയ്യാൻ കഴിയും. നിന്റെ രോഗത്തെ മാറ്റാൻ, ഒരു തലമുറയെ ജനിപ്പിക്കാൻ, ഒരു കുടുംബത്തെ വാർത്തെടുക്കാൻ, ഒരത്ഭുതത്തിൻ്റെ ക്രിയ ചെയ്യാൻ
ഇന്ന് പകൽക്കാലം ദൈവം താല്പര്യപ്പെടുന്നെന്ന് വചനത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുമ്പോൾ ഈ തലമുറയിൽ കാണത്തക്കവണ്ണം ദൈവം ചില ക്രിയകളെ ചെയ്യാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സ്നേഹിതരെ, വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം നിന്റെ കാലത്ത് ഞാൻ ചെയ്യും. അതിപ്പോൾ വിശദീകരിച്ചാൽ നിനക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഏതാണ്ട് 6 മുതൽ 10-11 വരെയുള്ള വാക്യങ്ങൾ വരെയും ഇതിൻ്റെ കൽദയ ജാതിയുടെ ശക്തി, ജനിക്കാൻ പോകുന്ന കൽദയ ജാതിയുടെ ശക്തി, അവരാര്, അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ള കാര്യങ്ങളുടെ വിശദീകരണമാണ് ഏതാണ്ട് 10 വരെ അടുത്തുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും പറഞ്ഞാൽ ഉഗ്രജാതിയുണ്ടെന്ന് പറഞ്ഞാൽ, ഉഗ്രജാതിയാണെന്ന് പറഞ്ഞാൽ, വേഗതയുള്ളവരാണെന്ന് പറഞ്ഞാൽ, ഭൂമണ്ഡലത്തിന് നീളെ അവർ സഞ്ചരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ, ഘോരവും ഭയങ്കരവുമായ ഒരു ജാതിയാണ് അവരെന്ന് പറഞ്ഞാൽ, ചെന്നായ്ക്കളെ പോലെ ഉഗ്രതയുള്ളവരാണ് അവരെന്ന് പറഞ്ഞാൽ, കുതിരച്ചേവകർ ഗർവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ സംഹാരത്തിന് മുന്നോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ, മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചടക്കുന്നെന്ന് പറഞ്ഞാൽ, ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ദൈവം പറഞ്ഞത്, ഇതുവരെ ഈ ജാതി ഉദയം ചെയ്തിട്ടില്ലെങ്കിലും, ഇതുവരെ ഈ സാമ്രാജ്യം ശക്തി പ്രാപിച്ചിട്ടില്ലെങ്കിലും, ഇവരെക്കുറിച്ച് ഞാൻ പറയുന്നത് നീ ലാഘവ ബുദ്ധിയോട് എടുക്കുന്നെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർ എഴുന്നേറ്റിരിക്കും. നിന്റെ തലമുറയിൽ നീ കാണത്തക്കവണ്ണം ഇങ്ങനെ ഒരു ജാതി എഴുന്നേറ്റിരിക്കും. അത് ഞാൻ ചെയ്യും. നിനക്കിന്നത് വിശ്വസിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പദ്ധതികൾ ചിലത് എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയാത്തതുണ്ട്. നിങ്ങൾക്ക് പരിചിതമായ കാര്യങ്ങൾ തന്നെ ചിലത് ഞാൻ പറഞ്ഞ് വിടുവാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്കൊരു മനുഷ്യനെ കാണാം. അതിൻ്റെ ചില അധ്യായങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ആ മനുഷ്യൻ യോസഫാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവനായി, അപമാന ഭാരത്താൽ ജയിലറയ്ക്കുള്ളിൽ കടന്നുപോയവനായി, ജീവിതത്തിൻ്റെ അകത്ത് കുണ്ടറയ്ക്കകത്തെത്തും പിടിയും കിട്ടാതെ കിടക്കുന്ന യോസഫിനോട് ചോദിച്ചാൽ ഇങ്ങനെ പറയും, എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നൊക്കെ ഒത്തിരി ദൈവം പറഞ്ഞതാ. സ്വപ്നം ഈ കാരാഗ്രഹത്തിന് പുറത്ത് ഞാൻ കണ്ട അപ്പനോടും അമ്മയോടും വിവരിച്ചു പറഞ്ഞതാ. പൊത്തീഫേറിൻ്റെ ഭവനത്തിലെത്തിയപ്പോഴും എൻ്റെ കൂടെ കടന്നവരോട് ദൈവാലോചന ഞാൻ തുറന്നു പറഞ്ഞതാ. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം തന്ന ശുശ്രൂഷ ശക്തിയോടെ ഈ പൊത്തീഫേറിൻ്റെ ഭവനത്തിലും വിശ്വസ്തയോടെ ഞാൻ ചെയ്തതാ. എന്നാൽ ഇന്നെന്നോട് ചോദിച്ചാൽ ഈ ദൂതുകൾ നിവർത്തിയാകുമോ എന്നെനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ക്ഷൗരം ചെയ്യാത്ത മുടിയുമായി, ആരെയും കാണാതെ കിടക്കുന്ന, അപ്പനമ്മമാരില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന യോസഫ് പറയും, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയുമില്ല. യോസഫെ, നിന്നോടുള്ള ദൈവത്തിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? നിനക്ക് അവിശ്വസനീയമായ, നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിന്റെ കാലത്ത് ഞാൻ ചെയ്യും. എത്ര പേർക്ക് ഇത് പറഞ്ഞത് മനസ്സിലായവരുണ്ട്? ചെയ്യുമോ ദൈവമക്കളെ? നിങ്ങൾക്കൊരു ഉത്തരം പറയാമോ? ദൈവം തന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ കാലത്ത് തന്നെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കളെ? നിനക്കൊന്നും പറ്റത്തില്ലെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ദൈവം പറയുന്നു, നിന്റെ കാലത്ത് ഞാൻ ചെയ്യും. സ്തോത്രം. യോസഫ് അവസാനമായി എത്തപ്പെട്ടതൊക്കെ നമുക്കറിയാം. മൂന്നാമനായി അവൻ മിസ്രൈമിൽ ഉയർത്തപ്പെടുമ്പോൾ ഇന്നുവരെ രാജാവുമായി ബന്ധമില്ലാത്തവനെ ഒരു ചെറിയ ടേണിംഗ് പോയിന്റ് കൊണ്ട്, ഒരു നിമിഷത്തെ മാറ്റം കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു രാജ്യത്തിൻ്റെ മൂന്നാമനായി ഇരുത്തുമ്പോൾ നിനക്ക് ഇതുവരെ യോസഫെ ഇമാജിൻ ചെയ്യാത്ത ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവം നിന്റെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ഇവിടെ എത്തിയത് വെറുതെ ഒന്നുമല്ല. നീ എത്തിയതിൻ്റെ പിന്നിൽ, ബിയോണ്ട് ഓൾ യുവർ ഇമാജിനേഷൻസ്, ഗോഡ് പ്രിപ്പയർഡ് എ വേ ഫോർ യു. നിന്റെ സകല പദ്ധതികളും തകർന്നെന്ന് തോന്നിയപ്പോൾ,
സ്നേഹങ്ങളും സ്നേഹബന്ധങ്ങളുമെല്ലാം ജീവിതത്തിൽ ഇല്ലാതെ വന്നുവെന്ന് നീ കരുതിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ഈ തലമുറയിൽ, നിന്റെ കാലഘട്ടത്തിൽ, നീ മരിക്കുന്നതിന് മുമ്പ്, നിന്റെ അപ്പൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ്, നിന്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ നിന്നെ ഉയർത്താൻ എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് 2025 ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർക്ക് നല്ലവണ്ണം ഒരു ആമേൻ പറയാമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ നടുവിൽ ഉറപ്പോടെ പറയാവുന്നവർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ കാലഘട്ടത്തിൽ ദൈവം ചിലത് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഉറക്ക ദൈവത്തോട് പറഞ്ഞാട്ട്, എനിക്ക് വേണ്ടി ദൈവം ഒരു ഉത്തരം തരാൻ പോവാ. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യോസഫിനോട് ചോദിച്ചാൽ പറയും, ബിയോണ്ട് ഓൾ മൈ ഇമാജിനേഷൻസ് God did these things for me. എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ പ്രതീക്ഷകൾക്കും വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഞാൻ കാണുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം ചോദിച്ച് അടുത്തതിലേക്ക് കടക്കട്ടെ. ക്യാൻ യു ബിലീവ് ദ അൺബിലീവബിൾ പ്ലാൻസ് ഓഫ് യുവർ ഗാഡ്? നിന്റെ ദൈവം വിശ്വസിക്കാൻ കഴിയാത്ത ചില പദ്ധതികൾ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഇന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. യോസഫിൻ്റെ ജീവിതത്തിൽ അവിശ്വസനീയമായ ഒരു പദ്ധതി ദൈവം ചെയ്തു. ഹബക്കൂക്കിൻ്റെ മുമ്പിൽ അവിശ്വസനീയമായ ഒരു കാര്യം ദൈവം ചെയ്തു. ഇനിയും വായിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 11:3, 32, 39 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ആയിരിക്കുന്ന സ്ഥലത്തേക്ക് മാർത്തയും മറിയയും ചിലരെ അയച്ചുകൊണ്ട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സഹോദരൻ ലാസറസ് ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. ലോകം വിട്ട് മാറ്റപ്പെട്ടു എന്നല്ല ആദ്യം പറയുന്നത്, അവൻ ഒരു രോഗിയായി ദീനമായി കിടക്കുന്നു. സഹോദരിമാരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നറിയാമോ? ദൈവം അവിടെ വരും, കർത്താവ് വീട്ടിലൊന്ന് വരും, ദൈവം ഒന്ന് തൊടും, ദൈവം ചിലത് കൽപ്പിക്കും. കൽപ്പിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ സഹോദരനായ ലാസർ സൗഖ്യമാകും. ഇതായിരുന്നു അവരുടെ എക്സ്പെക്റ്റേഷൻ. ലാസറിനെ രോഗസൗഖ്യമാണ് അവരുടെ പ്രതീക്ഷ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. യേശുക്രിസ്തു അവിടെ എത്തിയില്ല. യേശുക്രിസ്തു ലാസറിനെ കണ്ടില്ല. അവൻ്റെ അസുഖവിവരം കേട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും ലാസറിന് മരണം സംഭവിച്ചു. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ നിൽക്കുന്ന മാർത്തയ്ക്കും മറിയയ്ക്കും ഇനി വിശ്വസിക്കാൻ അധികം വകുപ്പൊന്നുമില്ല. ഞങ്ങളുടെ തലമുറയിൽ ഇനി ഞങ്ങളുടെ സഹോദരനെ ജീവനോടെ കാണാനൊക്കത്തില്ല. ഇനി ഒരിക്കലും ഞങ്ങളുടെ സഹോദരന് ഒരു രോഗസൗഖ്യം പ്രാപിച്ചത് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാനൊക്കത്തില്ല. ഈ തലമുറയിൽ ഞങ്ങൾ അനാഥരായി. എല്ലാമായിരുന്ന ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളെ വിട്ടുമാറി എന്ന് നിരാശയോടിരിക്കുമ്പോൾ ഞാൻ ഈ വചനം ഒന്നുകൂടി മുറുകെ പിടിച്ചു പറയുന്നു, നീ അറിയാത്തതൊന്ന് ഈ തലമുറയിൽ ഞാൻ ചെയ്യും. മാർത്തയെ മറിയേ, നീ അറിയാത്തതൊന്ന് ഈ തലമുറയിൽ ഞാൻ ചെയ്യും. അതെന്താണ് ചെയ്തതെന്നറിയാമോ? യേശുക്രിസ്തു 4-ാം ദിവസം കടന്നു വരികയാണ്. സഹോദരിമാരിങ്ങനെയാണ് മറുപടി പറഞ്ഞത്, അവൻ മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വമിച്ചിട്ടുണ്ട്, ഇനി യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ ഭാഷയിൽ അതൊന്നുകൂടി ഇറങ്ങിപ്പറഞ്ഞാൽ, ഇവരുടെ ഭവനത്തിനകത്ത് ഈ സഹോദരിമാരുണ്ടാക്കിയ പ്ലാനും പദ്ധതിയും പ്രാർത്ഥനയും യേശു വന്നൊന്ന് തൊട്ടാൽ, യേശു വന്നൊന്ന് പറഞ്ഞാൽ തങ്ങളുടെ സഹോദരൻ സൗഖ്യമാകുമെന്നായിരുന്നു. എന്നാൽ അവരറിയാത്ത ഒരു പ്ലാൻ യേശു കർത്താവ് ദൂരങ്ങളിലിരുന്ന് ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്ലാൻ എന്തെന്ന് ചോദിച്ചാൽ, രോഗിയെ സൗഖ്യമാക്കുകയല്ല, മരിച്ചവനെ 4-ാം ദിനം എഴുന്നേൽപ്പിക്കുക.
ഇങ്ങനെ ഒരു ദൈവപദ്ധതി വിശ്വസിക്കാൻ പറ്റുന്നവർ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഉണ്ടോ? ഗ്ലോറി ടു ദ ലോർഡ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുന്നുണ്ടാവാം. പക്ഷെ 4-ാം ദിനത്തിലെ ഉയർപ്പുണ്ടല്ലോ, അതൊരു രോഗസൗഖ്യത്തിൻ്റെ വിലയല്ല, അതിനപ്പുറത്തുള്ള വിലയാണ് അളിഞ്ഞതിനെ എഴുന്നേൽപ്പിക്കുന്നത്. വിശ്വസിക്കാൻ ഇന്ന് പകൽക്കാലം ആവുന്നവർ എത്ര പേരുണ്ട്? കേവലം എൻ്റെ വാക്കുകളായിട്ട് അറിയാമോ, ഒരു രോഗസൗഖ്യത്തിനും അപ്പുറത്താ എൻ്റെ ദൈവത്തിന് എന്നെ ചത്തു, കല്ലറയിൽ വെച്ചു, ഇനി അത് തുറക്കണ്ട, ഇനി അത് നോക്കണ്ട. The graveyard closed there. എല്ലാം അവസാനിച്ചു. എല്ലാം അവസാനിക്കുന്ന ഇടത്ത് കല്ലറയെ തുറക്കുന്ന ഒരു പദ്ധതിയാണ് അവിശ്വസനീയമായ ദൈവത്തിൻ്റെ പദ്ധതി. ഗ്ലോറി ടു ദ ലോർഡ്. നിങ്ങൾ കല്ല് വച്ചിരിക്കുന്ന, നിങ്ങൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുന്ന ചില വിഷയങ്ങളുമായി ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൂത് എന്നോട് പറയുന്നു നിങ്ങളോട് പങ്കിടാൻ. കല്ല് വെച്ച, അടച്ച ചില വാതിലുകൾ 4-ാമത്തെ ദിവസം ദൈവം തുറക്കാൻ പോവുക. പരസ്യമായി ദൂത് പറയുന്നതിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ദൈവം പറയുന്നതിനെ പറയാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, സ്തോത്രം, ഇന്ന് പകൽക്കാലം പറയുന്നു. ബിനു ബ്രദറിൻ്റെ വൈഫ്, സിസ്റ്റർ, ഞാൻ എൻ്റെ പ്രായം കൊണ്ട പേരെന്തുമായിരുന്നു, കെസിയ. ഇത്രയും നാളിരുന്നിട്ട് ഈ പാസ്റ്റർ ഇത് ഓർക്കുന്നില്ലോ എന്ന് പറഞ്ഞാൽ അതിൽ പരം കഷ്ടമില്ല. പക്ഷെ കെസിയയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തൊക്കെയോ നിൻ്റെ ജീവിതത്തിനകത്ത് താഴിട്ടതുപോലെ, ഡോർ അടഞ്ഞതുപോലെ ഇരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഈ തലമുറയിൽ ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന്, മറുപടിയില്ലാത്ത പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുന്നെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. ആമേൻ പറയാൻ സന്തോഷമുള്ളവർ ചേർന്നൊരു ആമേൻ പറയാമോ? ഈ തലമുറയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, കേവലം മാനുഷിക വാക്കുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നിനക്ക് മുഴുവൻ അസാധ്യമാ, എന്നാൽ ദൈവത്തിന് ഇതൊന്നും ഒരസാധ്യമല്ല. ദൈവത്തിന് ഇതൊന്നും ഒരസാധ്യമല്ല. സ്തോത്രം. മരിച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിക്കുന്നത് അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അൺഇമാജിനബിളായ ഒരത്ഭുതമാണെങ്കിൽ, ഇന്ന് നിന്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും രോഗത്തിൻ്റെ സൗഖ്യത്തിനപ്പുറത്ത് ഒരു ഉയർപ്പിൻ്റെ ശക്തി തരാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാമോ? ദൈവത്തോട് പ്രതികരിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആമേൻ പറഞ്ഞോണം കേട്ടോ. വേണ്ടി ഒരൊന്നും എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ല, പക്ഷെ എന്നോടല്ല, ദൈവത്തോട് നിങ്ങൾ സ്തോത്രം പറഞ്ഞോണം. ദൈവമായി ഇന്ന് പകൽക്കാലം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ വിശ്വസിച്ചോണം. ദൈവമക്കളെ, കർത്താവ് എന്നോട് പറഞ്ഞ ദൂതായി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കിടുന്നത്. ഒത്തിരി സിസ്റ്റമാറ്റിക് സർമൺ ഇന്ന് വേണ്ട, ഇങ്ങനെ ഒരു സാധാരണ മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് ദൈവം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദൂതായി ഞാനിതിനെ കണക്കാക്കുകയും നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കിടുകയും ചെയ്യുന്നത്. നിങ്ങളുടെ രോഗസൗഖ്യത്തിനായിരിക്കും ഇന്ന് പ്രാർത്ഥിക്കുന്നത്, എന്നാൽ ദൈവം എഴുന്നേൽപ്പിക്കാനാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് മാത്രം അറിയുന്ന ഒരു അത്ഭുതത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം പറയുന്നു, നിൻ്റെ വീട്ടിൻ്റെ അകത്ത് ഒതുക്കുന്നതല്ല എനിക്ക് നിനക്ക് വേണ്ടിയുള്ള പദ്ധതി, ലോകത്തെ ഞാനത് അറിയിക്കും. ഇന്നും ലാസറിൻ്റെ സംഭവം ലോകത്തിൽ അറിയുന്നെങ്കിൽ രോഗസൗഖ്യം നടന്നാൽ അത് അറിയത്തില്ലായിരുന്നു. അതിനപ്പുറത്തുള്ള പ്രവൃത്തിയാണ് ലോകത്തിൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തിയത്. നിൻ്റെ നാവ് ഉയർത്തിയാൽ, നിൻ്റെ ശബ്ദം ഉയർത്തിയാൽ, ഞാൻ കണ്ട പദ്ധതി
നിന്റെ നാവ് കൊണ്ട് തന്നെ ചില മതിലുകൾ വീഴും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം നാവുകൾ ഉയർത്തി പറയാമോ, എൻ്റെ ദൈവം ചില മതിലുകളെ താഴെ ഇടാൻ പോവാ. എത്ര പേർക്ക് ദൈവത്തിൻ്റെ കാഹളം കയ്യിലുള്ളവരുണ്ട്? എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ താല്പര്യമുള്ളവരുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നാവുകൾ അടയ്ക്കരുത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി സ്തോത്രം പറയാവുന്നവർ പറഞ്ഞോണം. കാഹളം ഊതാൻ കഴിയുന്നവർ ഊതിക്കോണം. ലോകം നിന്നോട് പറയും, എന്തിനാണ് ഈ വെറുംകുടം, എന്തിനാണ് ഇതിനകത്തൊരു പന്തം, ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ലെന്ന് പറയും. അങ്ങനെ പറയുന്ന ഇടത്തല്ല ദൈവം പറയുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ലെങ്കിലും ദൈവജനത്തിൻ്റെ ആർപ്പിൻ്റെ നടുവിൽ യെരിഹോ കോട്ട സ്വർഗത്തിലെ ദൈവം തകർക്കും. ദൈവപൈതലേ, ദൈവത്തിനറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. എന്നാൽ ഇന്ന് നമുക്കത് വിശ്വസിക്കാൻ കഴിയുകയില്ല. ഇന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ദി ലോർഡ്. എല്ലാവരാലും കൈവിടപ്പെട്ടവനായിരുന്ന യോസഫിനെ ബഹുജനത്തിന് ജീവരക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ആർക്കും വേണ്ടാത്ത നിന്നെ എൻ്റെ ദൈവത്തിന് വൻ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ഇന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കത്തില്ല, പക്ഷേ ഈ തലമുറയിൽ ഞാനത് ചെയ്യും. എന്നോട് ദൈവം ഇടപെട്ട ഒരു വചനമാണിത്. കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞ ദൂത്, എന്നോട് പറഞ്ഞ ആലോചനയാ. ഒരു പ്രവാചകനല്ല എന്നോട് പറഞ്ഞത്. ഞാൻ ഈ വചനത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, എല്ലാവരും നിന്നെ കൈവിട്ടാലും ഈ കാലഘട്ടത്തിൽ നീ മറക്കണ്ട, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില നിലവാരത്തിൽ യോസഫിനെ പോലെ ദൈവത്തിന് നിന്നെ എത്തിക്കാൻ കഴിയും. ഈ ക്രിസ്തീയ ജീവിതത്തിനൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇത് തള്ളിക്കൊണ്ടു പോകുന്നതല്ല. ഞാൻ വളരെ ശാന്തമായി നിങ്ങളോട് പറയാം. നിങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ വിശുദ്ധ സഭായോഗത്തിന് വന്നിരിക്കുന്നവരാണ്. 7 ദിവസത്തിനകത്ത് ആകെ കിട്ടുന്ന 2 മണിക്കൂറാണ് ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ. പക്ഷെ അതിനകത്ത് നിങ്ങളൊന്ന് ഓർത്തോണം, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുന്നവർ ഇന്ന് പകൽക്കാലം ദൈവസേനയിൽ ഒരു ആമേൻ പറയാവുന്നവർ എത്ര പേരുണ്ട്? ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുണ്ടെന്ന് ഇതൊരു ഭാഗ്യമായി കരുതുന്നവർ എത്ര പേരുണ്ട്? ഈ ഭാഗ്യകരമായ പ്രത്യാശ പ്രാപിച്ചവരോട് ഞാൻ ഒന്നുകൂടി പറയാം, നീ അറിയാതെ നിനക്ക് വേണ്ടി ഈ തലമുറയിൽ ദൈവം ചിലത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തി ദൈവം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിനക്ക് അത് വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നെങ്കിൽ നീ വിശ്വസിച്ചുകൊണ്ട് ഈ സഭായോഗത്തിൻ്റെ നടുവിൽ പറ, എൻ്റെ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച 4 ദിവസമായ ലാസറിനെ ഒരു രോഗസൗഖ്യത്തിനല്ല, ഒരു വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിപ്പാനിടയായി. സാധാരണ വാക്കുകൾ കൊണ്ട് ഒന്നും നടക്കാത്ത ഇടത്ത് പോഷരെന്നും പൊട്ടരെന്നും വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ മതിലിന് ചുറ്റും നടന്ന ജനത്തിൻ്റെ ആർപ്പിടലിന് മുമ്പിൽ കാഹളമൂതിയപ്പോൾ മതിലിനെ ദൈവം തകർക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ശാന്തമായി ഒന്ന് ചോദിക്കട്ടെ, എൻ്റെ നാവ് കൊണ്ട് ഇന്ന് ഞാൻ വിടുതൽ പ്രാപിക്കാൻ താല്പര്യപ്പെടുന്നെന്ന് വിശ്വാസം ആഗ്രഹമുള്ളവർ ഒരു ആമേൻ സന്തോഷത്തോടെ പറഞ്ഞു. എൻ്റെ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആമേൻ പറയാൻ ഇന്ന് പകൽക്കാലം പറ്റുമോ? ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഈ കൽദയർ, ഉദയം ചെയ്യാത്ത കൽദയരെ സ്വർഗത്തിലെ ദൈവം ഉഗ്രജാതിയായി ഇസ്രായേലിനെ നേരെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ നീ വിശ്വസിക്കും? അങ്ങനെയാണെങ്കിൽ യഹോവയുടെ വചനം ഈ ദിവസങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഗ്ലോറി ടു ദ ലോർഡ്. നമുക്ക് കഴിയാത്ത ചില ദൈവിക പദ്ധതികൾ നമ്മൾ ദൈവം നിറവേറ്റാൻ പോകുന്നെന്ന് വിശ്വസിക്കുന്നവർക്ക് നിങ്ങളുടെ നാവുകളെ തുറന്ന് ദൈവത്തോട് നന്ദി പറയാം.
ബിയോണ്ട് ഓൾ മൈ ഇമാജിനേഷൻസ്. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ട ഇടത്ത്, ഈവൻ ദോ ഐ ആം എ ഫെയിലിയർ ഇൻ ദിസ് വേൾഡ്, ഐ നോ മൈ ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് പ്ലാൻസ്, ടോപ്പ് മോസ്റ്റ് പ്ലാൻസ് ആർ ഗോയിങ് ടു ഫുൾഫിൽ ഇൻ മൈ ലൈഫ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ എന്നിൽ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ട്. ഗ്ലോറി ടു ദ ലോർഡ്. ദൈവം പറയുന്നു, എൻ്റെ പദ്ധതികൾ ഞാൻ നിറവേറ്റുവാൻ പോകുകയാണ്. നീ അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാനത് നിനക്ക് വേണ്ടി ചെയ്യും. Certain unbelievable things are going to happen in your life. Now your situations and circumstances are not favorable for you. All things are against you. But believe the promise of God. But believe the word of God. In your generation, in this time, in your life, I am going to do something for you. Not only healing, but resurrection from the graveyard. ഒരു സൗഖ്യം മാത്രമല്ല ഞാൻ തരുന്നത്, ഒരു ഉയർപ്പ് കൂടി ഞാൻ നിനക്ക് തരാൻ പോകുകയാ. ഇതെങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുന്നവന് മാത്രമേ ഇത് ധൈര്യത്തോടെ പറയാൻ പറ്റൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, നിന്ദകൾ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, സ്തോത്രം പാടാൻ ദൈവം ഒരു കൃപ തന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം എത്ര പേരുണ്ട്? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ തട്ടി, ഈ പാട്ടിൻ്റെ അടികൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷം തന്നതാകിയാൽ താല്പര്യമുള്ളവർ ചേർന്ന് പാടുകയും സ്തോത്രകാഴ്ചയും എടുക്കാം. എന്നാൽ നിങ്ങൾ അല്പം പോലും അശ്രദ്ധമാകാതെ ഇങ്ങനെ പാടൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ബിയോണ്ട് ഓൾ യുവർ ഇമാജിനേഷൻസ്. നിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ.